ബസ് കയറിയത് ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷം തന്നെ ബസ് കയറിയത്. തീവണ്ടിയിലൊക്കെ പോയാൽ മതി. അതെ, അവൻ അത്രേ ഉള്ളൂ. അതിൻ്റെ മുമ്പ് തീവണ്ടിയിലൊന്നും കയറില്ല. ആ തീവണ്ടി കയറാൻ തന്നെ പോയത് ഞാൻ പറഞ്ഞില്ലേ, കാളവണ്ടിയോ പോത്തും വണ്ടിയോ എന്താണെന്നാവോ അവിടെ. കുതിരവണ്ടി പിന്നെ വലിയ പണക്കാർക്ക് ഉള്ളൂ അല്ലേ? അതെ. ഇവിടെ ഈ ആലമള്ളേരി വരില്ലേ ഉണ്ടായിരുന്നേ. ഇവിടെ ഏട്ടൻ്റെ പിറന്നാൾക്ക് പാട്ട്, പിന്നെ മറ്റേ ഏട്ടൻ്റെ പിറന്നാൾക്ക് പാലിപ്പള്ളേരി ഉണ്ടായിരുന്നു. കുംഭമാസത്തിലും മേടമാസത്തിലാണ്. പിന്നെ അങ്ങോട്ട് നന്നായി. ഈ പത്തായിട്ടായിരുന്നല്ലോ മുമ്പേ. അപ്പോൾ അവിടെയായിരുന്നു പാട്ട്. എല്ലാ കൊല്ലം ഉണ്ടായിരുന്നു. പിന്നെ ഒരു കൊല്ലം 12 കളം പാട്ട് താലിപ്പലിയിലായിരിക്കുന്നത്. അപ്പോൾ ഈ പത്തായം വേറൊരു സ്ഥലത്താണ്. എവിടെയൊക്കെ ഇത് എന്താണ് മഞ്ചേരി കോലകം വരാൻ സ്ഥലമുണ്ട് ഇവിടെ. അപ്പോൾ ആ മഞ്ചേരി കോലത്ത് കുറേ അപണ്ടായിട്ടേ അരി പുറത്തുനിന്ന് നെല്ല് കൊണ്ടുപോയിട്ട് അരി കൊണ്ടുപോയിട്ട് തിന്നണം എന്നുള്ള പക്ഷേ ആയിക്കോണം പോകും മഞ്ചേരി കോലത്ത്. അപ്പോൾ അന്ന് വിറക്കിട്ടതാണ് ആ സ്ഥലം കുറേ. അപ്പോൾ അവിടെയായിരുന്നു ഈ പത്തായം. അപ്പോൾ അവിടെ പിന്നെ അവർ കുറച്ച് ഇതായപ്പോൾ കുറച്ച് അങ്ങോട്ട് തന്നെയൊക്കെ എടുത്തു. അപ്പോഴേക്ക് ഈ പത്തായം പൊളിച്ചിങ്ങോട്ട് കൊണ്ടുവന്നു. ആ പത്തായാണത്. മഞ്ചേരി കൊലമൊക്കെ സ്ഥലത്തെ പത്തായ. അല്ല, അതിന്റെ 2 കൊല്ലം മുമ്പ്. ഇത്രേ ഉള്ളൂ. ഇവിടെ പാട്ടൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. ഞങ്ങള് വന്നിട്ടുണ്ടേ കുട്ടിയാമ്പളെ പാട്ടിനും താല്പര്യക്കൊക്കെ വന്നേർന്നേ. അന്ന് വളരെ ഇവിടുത്തെ മുത്തച്ഛന്റെ കട്ടിമുത്തിക്ക് ഓണപ്പടയും കൂടി മേടിച്ചു ഞാൻ. ആ നാലുള്ളിലെ തോടിന്റെ അവിടെ നിന്നിട്ട് ചട്ടിമുത്തിന്റെ അന്ന് ഓണപ്പടാക്കി അവർക്ക് ഉണ്ടായിക്കണം. ആൾക്ക് ഇവിടെ മറ്റേ ചാർച്ച കൊണ്ടാണേ, പേരമ്മേന്റെ ചാർച്ച. അപ്പൊ താഴെയുള്ള അമ്പൂരിയാനെയൊക്കെ കണ്ടിട്ടുണ്ട്. പണ്ട് കാണാൻ പാടില്ല, പണ്ട് കളയമ്പൂരിമാരെ കാണാൻ പാടില്ല. എനിക്കല്ലേ ഒരു ദിവസം ഞാൻ ഇങ്ങനെ പാളി പളുങ്ങി ആ ചെറുമുറിയിൽ നിൽക്കുക കുട്ടിയാകുമ്പോൾ വന്നിട്ടേ. അപ്പം നമ്പൂരി അപ്പനും അച്ഛനും ഒക്കെ പാടെ നാലുള്ളിലും ഉണ്ടായിരിക്കുക. അപ്പം ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കാതെ. അപ്പം ഈ കുട്ടീൻ്റെ പ്രായമായിട്ടുള്ള അപ്പോൾ പറയണ്ട അപ്പൻ, കുട്ടിയെ ഇങ്ങോട്ട് വന്നോളൂ, മുരിഞ്ഞപ്പേരിയുണ്ട്, മുരിഞ്ഞപ്പേരിയും കുട്ടി ഊണേച്ചോളൂ പറയുന്നത് അപ്പൻ്റെ. അപ്പനാണാവും. പക്ഷെ അവനെയൊക്കെ തോന്നുന്നുണ്ടെന്ന് പറയാ ഞാൻ. മുമ്പത്തന്നെ പടം ഇങ്ങനെ ചാർച്ചയാകൊണ്ട്. അതെ അതെ, പെര അങ്ങനെ തന്നെ പറയുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞേ, എന്താണ് മഴൂര് പറഞ്ഞേ, 200 ചില്ലാനം കൊല്ലായി ഇവിടെ താമസം ഈ പെരയായിട്ടെന്ന്. ഇല്ല, ഒന്നുമില്ല. അപ്പുമായിട്ട് ഇവിടെ ഒന്ന് ഇളക്കി കഴിഞ്ഞു അല്ലാണ്ടൊന്നുമില്ല, ഒന്നുമില്ല. അല്ല, കൊറേ ആദ്യം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് എവിടെ ഒരു ഭാഗം കുറച്ച് കത്തിന്നൊക്കെ പേരമ്മ പറയണേട്ടുണ്ട്. ആ പുല്ല് അറിഞ്ഞു. അപ്പൊ ആദ്യം അതെ, സാധാരണ എല്ലാ ദിക്കിലും ഇത്ര ഉയരമില്ല. ഇവിടെ നല്ലോണം ഉയരണ്ട് ഇപ്പൊ. അപ്പൊ ആ പെര കത്തിയതിന്റെ ചേട്ടൻ കൂടി ഉയരാക്കിയിട്ടാണ് പെര ഉണ്ടാക്കിയത് എന്നൊക്കെ പറയുന്നേക്കാം. എല്ലാ ദിക്കിലും ഇത്ര തന്നെ ഇത്രയില്ല.
കോമൺവെൽത്ത് ഇതൊക്കെ വന്നതിന് ശേഷം ബ്രിട്ടീഷുകാരുടെ ഇടവണ്ണ ഒക്കെ വന്നതിന് ശേഷമാണ്. പാലാട്ടിലെ പേരെയൊക്കെ പാലാട്ടിലെ പേരെയൊക്കെ വൈക്കോലായിരുന്നു, പുല്ലൊക്കെ ആയിരുന്നു. 4 വരെയൊക്കെ ഉണ്ടായിരുന്നേ, വടക്കേ കിട്ടും 4 വരെയൊക്കെ അതിപ്പോ ഈ പാലശ്ശേരി ആയിട്ടൊക്കെ പൊളിച്ചു കൊടുത്തത്. ഇപ്പൊ ഉള്ളത് 10 വരെയാണ്. മറ്റത് ഒക്കെ ഉണ്ടായിരുന്നു, എണ്ണൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ വൈക്കോലോ പുല്ലൊക്കെ ആയിരുന്നു നല്ലത്. ഈ അന്നത്തെ പെൺകിടാങ്ങൾക്കൊക്കെ എന്തൊക്കെ പഠിപ്പിച്ചേർന്ന തേവാരത്തിനൊക്കെ? തേവാരത്തിനൊക്കെ മന്ത്രണ്ട് അങ്ങനെ ഒരു പഠിപ്പിക്കലൊന്നുമില്ല, ഒരു നേരിക്കല്. പൂരത്തിന്റെ അന്ന് ആണ് ഈ നേരിക്കല് തുടങ്ങല്. അപ്പൊ അത് അതെ, അപ്പൊ അതൊക്കെ ഉണ്ടാക്കുക, നേരിക്ക, നൂലിക്ക, പെങ്കിടാണത്. അത് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോ നടുവീറ്റത്ത് എന്താണ് മുരുക്ക് കുഴിച്ചിട, മുരുക്കിന്റെ ഒരേ കൊമ്പ്, എന്നിട്ട് അവിടെ നേരിക്കുക. എന്നിട്ട് അപ്പു പറയും പോലെ മുരുക്കമ്മലൊക്കെ അവ നിൽക്കില്ല. നിശ്ചല. മറ്റത് മംഗല്യാതരയില് എരുക്കിന്റെ ഇലയും കൊന്നതിന്റെ ഇലയൊക്കെ പറയുന്നുണ്ട്. ശിവൻ ഈ എന്താണ് ഇയാള് മരിച്ചിട്ട് ജീവിപ്പിച്ചത് അതില് വെള്ളം തെളിച്ചിട്ടാണെന്നാ. അതെ, കാമദേവന്റെ ധ്യാനാണ് ഈ നേരിക്കലട്ടോ, മിറ്റത്തെ നേരിക്കലേ. കാമദേവന് വെച്ചിട്ടുള്ളതാണ്. ഗണോദിക്ക് സരസ്വതിക്കൊക്കെയാണ് ആദിത്യന്, രാവിലെ ആദിത്യന്. എന്നിട്ട് പിന്നെ നെല്ല് ആ നേരിക്കുമ്പോ നെല്ലളക്കുക, എന്നിട്ട് ആ നെല്ല് തന്നെ കുത്തി ഉണ്ടാക്കി ആ അരി വൈകുന്നേരം ആകുമ്പോൾ എന്താണ് വെച്ച് മരീറ്റത്ത് തന്നെ വെച്ച് കഴിക്കുക. അമ്മണി ഞങ്ങളൊക്കെ എല്ലാവരും അങ്ങനെയായിരുന്നു. ഇവിടെ ഇവരും കൂടിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ പിടിക്കില്ല. ഒപ്പുള്ളവരൊക്കെ ഉണ്ടായി അങ്ങനെയായിരുന്നു. പിന്നെ ഒരു വെള്ളട അത് തുലാമാസം 1-ാം തീയതി മുതൽക്ക് വെള്ളം ഉണ്ടാക്കി നേരിക്കാം. തുലാമാസം മുഴുവന് ശർക്കരയും ചാണകരൊന്നും കൂട്ടാതെ പഴം തന്നെ കൂട്ടിയിട്ട് ഇലയിൽ ഉണ്ടാക്കിയിട്ട് അടയൊക്കെ, എന്നിട്ട് അത് നേരിക്കുക. എന്നിട്ട് പൂവും പെരുകും, പൂവും തീർച്ചയായും ചാർക്കുക. ഗണപതിക്കും ശിവനും ഒക്കെ. പങ്കിടാങ്ങളുടെ നിയമം അങ്ങനെയാ മുമ്പായിട്ട്. ഓരോ കാലത്ത് ആചാരങ്ങൾ കുറെ ഉണ്ണിയായപ്പോഴൊക്കെ അവിടുത്തെ ഉണ്ണിയായപ്പോഴൊക്കെ അവിടെ താമസിക്കുന്നതൊക്കെ എന്നും വളരെ ഉണ്ണിമായ അപ്പൂനെ പെറ്റ മുതൽക്കാണ് വീട്ടിൽ ചിറ്റമ്മ പണിയെടുക്കാൻ. അമ്മക്ക് സഹായത്തിന് അത് തിരണ്ടിരിക്കുകയാണ്. അവിടെ ഒന്നും ഇതിനൊക്കെ ആരുമില്ല. അമ്മയും കൂടിയാട് മരിച്ചു. അപ്പൊ പാർക്കാമത്തിലായിട്ട് കുറെ കാലം കഴിഞ്ഞു ഉണ്ണിമായ. അപ്പൊ ദിവസേന വെള്ളട ഉണ്ടാക്കലും നേരിക്കലും ആ എണ്ണങ്ങളൊക്കെ എന്താ ചോദിക്കാൻ തോന്നില്ല ജീവോ, അങ്ങനെ ചോദിക്കാൻ തോന്നില്ല. പ്രധാനങ്ങള് പിന്നെ നിങ്ങളെ കണ്ണിലെണ്ണോ ചികിത്സയും കുഞ്ഞിച്ചും ഒക്കെ ഉള്ളതില്ലേ? അങ്ങനെയുള്ളതിലെ കണ്ണിലെണ്ണോ ചികിത്സയൊക്കെ ആയിട്ടുണ്ടായില്ലേ? അപ്പനുണ്ടായിട്ടുണ്ട്, സാഹചര്യണ്ടായിട്ടുണ്ട്. സാഹചര്യപ്പോൾ ഞാൻ കൊല്ലാളും ഈ കണ്ണിലുള്ള അസുഖത്തിന്റെ ആളാണ്. അപ്പൊ വലിയ പ്രതീക്ഷയും കണ്ണുസൂക്കം ഉണ്ടായിരുന്നല്ലോ. സാഹചര്യങ്ങളോടെല്ലാം താമസിക്കുക. അന്നൊക്കെ പണിക്കാരി ഇവിടെ കുഞ്ഞച്ചു വേണം ഉണ്ടാവുക. അതെ അതെ, ലക്ഷ്മിയാണ് വാവ്.
ചിറ്റമ്മയുടെ കാലം ഇവിടെ ഇല്ല നിരങ്ങലായിക്കൊള്ളു കൊയ്യാലായിക്കൊള്ളു. കേട്ടാൽ എല്ലാരും ചോദിക്കും വാരസ്യാരെത്തുന്ന മരാട്ട ഏട്ടൻ്റെ ചോദിച്ചു കുലിപ്പിയ അച്ചോളിനൊപ്പം ഒരു വാരസ്യാരുണ്ടായിരുന്നു എടുത്തു. അപ്പൊ എപ്പോഴും ഈ കുട്ടികളിനൊപ്പം കൊണ്ടുപോകാനായിട്ടേ ആ വാരസ്യാരിന്റെ അന്വേഷണം അത് വെച്ചന്നു അത് കയ്യന്റെ അത് വെച്ചന്നു. അതെ ഇവിടെ ഉണ്ട് ചെറുക്കരാമേന്റെ പാട്ട് കുറെ വെച്ചിട്ട് ഭാഗീരഥീന്റെ മൂന്നാമത്തെ കുട്ടിയെ കൊടുത്തല്ലേ ചെറുക്കരയിട്ടല്ല ആ കുട്ടി വെച്ചിട്ട് രണ്ടു കുട്ടികളാ. അപ്പ് കേട്ടിട്ടുണ്ടാവില്ല. രതി ഭാഗീരഥീന്റെ മൂന്നാമത്തെ കുട്ടി അതിനെ ചെറുക്കരക്കാ കൊടുത്തിരുന്നത് ഗുരുവായൂരാക്കിട്ട്. അത് രണ്ടു കുട്ടികളാ അപ്പുറത്ത്. ആദ്യം ഇതൊരു ഉണ്ണീന്റെ ഗുരുവായൂർ ഈ എന്താ അവിടേക്ക് പേര് പാവർത്തിയ അയാളുടെ ഏട്ടൻ ഇവിടെ താമസണ്ടേ ഇവിടെ ചെറുന്നൂരെ. ഏട്ടനും ഏറ്റ ടീച്ചറാണ്. ഇവിടെ പേരെയൊക്കെ ഇട്ട് ഇവിടെ താമസാണ് സ്കൂളിന്റെ അടുത്ത്. അയാൾക്ക് ഈ നാഗാർജുനത്തെ ഒരു അപ്പൊ വണ്ടൂര് നിലമ്പൂര് ഒക്കെ അത്ര. മറ്റത് ഇവിടെ ടീച്ചറാ. കുട്ടികളൊക്കെ ഉണ്ട്. ഒക്കെ അവിടെ പഠിക്കുക. അമ്മയ്ക്ക് ഒരു മന്ത്രവാദം അമ്മയ്ക്ക് ഒരു മന്ത്രവാദമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു എഴുതി കലക്കി കുടിക്കലൊക്കെ. അവിടെ ഈ തിരുണിക്കരയ്ക്ക് പോണ വഴിക്ക് ഒരു മൊല്ലയുണ്ട്, ഒരു മാപ്പിള. അതിന്റെ ഒരു അമ്മ ആദ്യം 2 ഏട്ട വെട്ടണ്ടേ. ആദ്യം 2 പെൺകുട്ടികള്, പിന്നെ 2 ഉണ്ണികള്. അതിന്റെ താഴെയായിരുന്നു ഒപ്പോള്. അപ്പോ വല്ല ഉപദ്രവത്തിനൊക്കെ മന്ത്രാദവും ആ മൊല്ലേന്റെ ഒരു എന്താണ് കൊടുക്കലൊക്കെ തകിടൊക്കെ ഉണ്ടായിരുന്നു. മന്ത്രാദമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇയാളുടെ ഒരു ആയിരുന്നു. അതെ, അങ്ങനെ ഒരു കൂട്ടം. ആ ഉണ്ണിക്ക് ഒരു ഉണ്ണി പെറ്റപ്പോ തന്നെ മരിച്ചു. ആദ്യത്തെ പെൺകുട്ടികൾ 2 ആദ്യം തന്നെ ജീവനില്ല. രണ്ടാമത്തേന് ഈ മൂക്കും ഇതും കൂടി ഒന്ന് നന്നായി. പക്ഷെ അതൊരു 10-15 ദിവസത്തെ ഉണ്ടായുള്ളൂ. അത് മരിച്ചു. അതിന്റെ താഴെയാണ് ഈ കുട്ടി ഉണ്ടായിരുന്നത്. അതെ, ഉണ്ണികൃഷ്ണനും ഉണ്ടായിരുന്നു കുറച്ചൊന്നും. പക്ഷെ അത് ഈ തൊണ്ടയ്ക്കായിട്ട് ചെയ്യാൻ തോന്നില്ല. ഈ മറ്റത് അതല്ല, ഈ തൊണ്ടയും കൂടി ഇങ്ങനെ കീറിയുണ്ടായിരുന്നു. എനിക്കിങ്ങനെ തോന്നുന്നുണ്ട് അതിനെങ്ങനെ മടിയിൽ വെച്ചുകൊണ്ട് മക്കള് കീട്ട് കാട്ടിയാണല്ലോ അമ്മയെ തടി കാട്ടിയത്. 4 കുട്ടികളങ്ങനെ കഴിഞ്ഞായിരുന്നു. ഒഴിവായിട്ട് വന്നേക്കൊണ്ട് വർത്താനം പറയാൻ പറ്റില്ല. പറയാൻ പറ്റിയതിനെ കൊണ്ട് കാര്യങ്ങളൊക്കെ കറക്റ്റ് മനസ്സിലാവും. അപ്പൊ നീ കരിക്കാട്ട് കഥകളിയൊക്കെ ഉണ്ട്. കരിക്കാട്ട് ഇപ്പൊ കളിയുണ്ട് 14-ാം തീയതി ഉത്സവത്തിന്റെ. എന്നാപ്പത് അടുത്ത വെള്ളിയാഴ്ച ഒരു ദിവസം കളിയുണ്ട്.
എന്റെ കേരളത്തിലോ സുരഭി അല്ലേ? എന്റെ കേരളത്തിലാണ്. ആര് പറഞ്ഞിട്ട് സുരഭിയില് അല്ലേ? എന്റെ കേരളത്തിലാണ്. എന്റെ കേരളം രവീന്ദ്രന്റെ. അതിലുണ്ട്. അതെ, ആ സുരഭിയുള്ളത്. അപ്പൊ ശ്രീലങ്കയിൽ നിന്ന് ഉള്ളൊരു കുട്ടിയുടെ ഫോട്ടോ അങ്ങനെയൊക്കെ പറഞ്ഞത് ഇത് വേറെ ഉണ്ടായിട്ടുണ്ടാവും. ഇത് വേറെ ഉണ്ടായിട്ടുണ്ടാവും. ഞാൻ ഇന്നലെ ടി വിയെ കണ്ടില്ല, പറഞ്ഞേക്കാലോ. അവിടെ എന്ത് വിശേഷം ഉണ്ടെങ്കിലേ പിറന്നാളായാലും എന്ത് വിശേഷം ഉണ്ടെങ്കിലും ചുറ്റം വരാതെ പതിവില്ല ഇപ്പൊ. ദുർലഭേ ഉള്ളൂ. എന്തെങ്കിലായാലും വരും. കാര്യങ്ങൾ മുഴുവൻ ഏട്ടൻ വന്നാലുണ്ട പിന്നൊന്നും ഇല്ല. അല്ലാതെ വന്നല്ലാണ്ട് ഏട്ടൻ വന്ന ആദ്യം അവിടെ അമ്മയെ ഇങ്ങനെ ഇരിക്കും. അവിടെ വേർത്തോട് വേർത്തങ്ങനെ വിളിച്ചിട്ടാ വരി ഇവിടുന്ന് നടന്നു വരില്ലേ. അത് കഴിഞ്ഞ അമ്മായി പറഞ്ഞാൽ ഇരിക്കും. ഇത് പിന്നെ എന്തൊക്കെയാ വേണ്ട എനിക്ക് എന്ത് സംഗതി ഉണ്ടെങ്കിലും ഇവിടെ എങ്ങനെ വയ്യാന്നേ ഉള്ളൂ. ഇവിടെ പിന്നെ അനിയന്മാരെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ, എനിക്ക് ഒന്നും ഇവിടുത്തെ കാര്യത്തിനൊക്കെ ചെറിയേട്ടനാണ്. ഇവിടുത്തെ കാര്യത്തിനൊക്കെ ചെറിയേട്ടനാ. വലിയ മുറുക്ക് മാത്രമേ ഉള്ളൂ. മൂപ്പര് മുറുക്ക് മാത്രം അവിടെ ഇരിക്കുള്ളൂ. അതെ, അത്യാവശ്യം വേണ്ടത് തന്നെയുള്ളൂ. അത് അമ്മാത്ത് ചെന്നാ അങ്ങനെയല്ല. അമ്മാത്തി ചെന്ന അധികാരാ അവിടെ വന്നാൽ. അച്ഛനതെ ഏട്ടൻ വരാജാ പിന്നെ ഒരു സംഗതി അവിടെ ഇല്ല. ചിറ്റമ്മയോടെ എത്താഞ്ഞാൽ അങ്ങനെ ആയിട്ടുള്ള കാലായിരുന്നു. അങ്ങനെ എല്ലാരും കൂടി കൂടൽ തന്നെ ഇല്ല, എവിടെയും ഇല്ല, ഒറ്റയിലും ഇല്ല. ഇപ്പൊ ഇനി അങ്ങനെയാണ്. ഇപ്പൊ ഇനി കൂടുതൽ വേണമെങ്കിൽ ഇപ്പൊ കുടുംബ സംഗമം. അത് നിങ്ങളൊക്കെ കൂടിയോ അരിപ്പുറത്തേക്ക്? അരിപ്പുറത്ത് അത് വേറെ, അത് സ്വജന സംഗമം. നമ്പൂരിമാര് മാത്രം. മറ്റത് എന്താ? മറ്റു കുടുംബ സംഗമം, ഒരു കുടുംബത്തിലുള്ള ആൾക്കാരൊക്കെ മാത്രം. ഏത് ജാതിയായാലും അല്ല, അവനവന്റെ കുടുംബത്തിലേ ഇപ്പൊ ഇവിടെ വടക്കേടത്തുണ്ടായി. ആ രാധയുടെ അവിടെ എല്ലാരും കൂടിയിട്ട് പോയി തിരുവാതിരയുടെ കഴിഞ്ഞ ഉടനെ ഉണ്ടായി. അവിടെ അറിയില്ല. ജോലിക്ക് ഒരാൾ അവിടെ ഒരാൾ ഇവിടെയൊക്കെ അല്ലേ. പല വിശേഷമൊക്കെ നടക്കണം. കല്യാണ മണ്ഡപത്തിലൊക്കെ അവനൊക്കെ ആവും. അപ്പൊ അവിടെ ഇന്നലെ 10-12 അത്രേ ഉള്ളൂ. കണ്ടുപോകും. അപ്പൊ ഒരു അത്ര തന്നെ ഉള്ളതിന് ഒരാളും തമ്മില് ചാർത്തബന്ധവും എല്ലാ എനിക്ക് അങ്ങോട്ടും അറിയില്ല, അവർക്ക് ഇനി ഇങ്ങോട്ടും അറിയില്ല. അതെ, അങ്ങനെയാണ്. ആരോ ഒരാളാണെന്ന് അങ്ങോട്ടും അറിയാം ഇങ്ങോട്ടും അറിയാം അല്ലേ. കാലം മുഴുവൻ കണ്ടുപിടിക്കുക. മറ്റു മുമ്പൊന്നും അങ്ങനെയല്ലേ. മുമ്പ് ഇല്ലങ്ങളിലോ എവിടെയൊക്കെ വന്ന ബന്ധുക്കളോടൊക്കെ വന്നാൽ ഒരു ദിവസം നിൽക്കും. അപ്പൊ 2 ദിവസം പോയി വന്ന് ഒരു ആൾക്കാരൊക്കെ പരിചയപ്പെട്ട ഇപ്പൊ അതിനുള്ള സൗകര്യം ഇല്ല. കാലം മാറുമ്പോ പുല്ലൂരുണ്ടായി പുല്ലൂരുണ്ടായി. ആ കഴിഞ്ഞ കൊല്ലോ മക്കളും മരുമക്കളും ഒക്കെ പാടെ കൂടിയിട്ട് ഒരു 10-100 ആളുണ്ട്. മടങ്ങൂരിലൊക്കെ പറയാറുണ്ട്. അവിടെയൊക്കെ അവരിപ്പോ ഒരു മടങ്ങറില് വലിയ കുടുംബം. 10 കൊല്ലായിട്ട് മടങ്ങറില് വലിയ കുടുംബം എല്ലാ കൊല്ലവും അങ്ങനെ കുടുംബസമൂഹം പറഞ്ഞു. കാരണം പലരും പല ഭാഗത്തും ചിലത് കടലുകൾ നടകൾ അമേരിക്ക അവിടെയൊക്കെ ഉള്ള വരും. അപ്പൊ ഇതിനായിട്ട് അവര് ആ സമയത്ത് നമ്മൾ അറിയാൻ നമ്മൾ തമ്മിൽ പരിചയം. ഇനിയിപ്പോ എല്ലാത്തിനും വേണ്ടി വരും. ഇനിയിപ്പോ ഇവിടങ്ങളിലൊക്കെ വേണ്ടി വരും. ആ എനിക്കറിയില്ല. ഇപ്പൊ കീഴടുത്ത ഇവര് മക്കളെന്നും കണ്ടാൽ ഞാനറിയില്ല. അച്ഛൻ്റെ അമ്മത്തെ മക്കളാന്ന് വേണ്ടില്ല, കുട്ടികളാവണ്ടല്ല, അവരൊന്നും ഞാൻ വേണ്ടറിയില്ല. ഇപ്പോഴത്തെ തലമുറയിലേ അച്ഛനായിട്ടാണ് അത്ര ഈ ആലഴിന്ന് അങ്ങോട്ട് ഇരുന്നത്. അപ്പൊ നിങ്ങളുടെ മുത്തശ്ശീന്റെ അമ്മ മാത്രമേ ഉള്ളൂ കിഴക്ക്. വേറെ ഉണ്ണികളൊന്നും ഇല്ലാണ്ട് കിഴക്ക്. എന്നിട്ട് ആലഴിന്ന് ഒരു നമ്പൂരി കിഴത്തെ പെങ്കിടാവിനെ വേളി കഴിച്ച് അവിടെ ഇരുന്നതാ. അപ്പൊ അതിലുണ്ടായതാണ് മുത്തശ്ശി, അച്ഛൻ്റെ അമ്മ. അപ്പൊ ഞങ്ങളൊക്കെ കുട്ടിയാകുമ്പോ ഇങ്ങനെ കളി പറയുമ്പോൾ മുത്തശ്ശീന്റെ അമ്മാത്ത എവിടെയാന്ന് ചോദിച്ചാൽ മുത്തശ്ശിന്റെ അമ്മാത്തും ഇല്ല ഒന്നാണെന്ന് പറയും. അപ്പൊ കിഴത്തെ പെങ്കിടാവിനെ വേളി വെച്ചിട്ട് കിഴയിൽ തന്നെ ഇരുന്നതാണ്. അതിലുണ്ടായതാണ് മുത്തശ്ശി. അപ്പൊ ഞങ്ങള് ചിരിക്കുന്നിട്ട് അമ്മാത്തും ഇല്ല ഒന്നാണ്.
അപ്പൊ അത്രേ ആയിട്ടേ ഉള്ളൂ കിഴത്തും ആലരിയായിട്ടാണ് അർത്ഥം. അതില് മുത്തശ്ശീന്റെ അവിടെ പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ അയാള് പിന്നെ ആദ്യം മാരാട്ടുന്ന് വിളിച്ചു. അതിലുള്ളതായിരുന്നു കരുമാരപ്പറ്റ എത്തി. കരുമാരപ്പറ്റയ്ക്ക് ഇവന്റെ ഒക്കെ അമ്മ വാസുദേവന്റെ അച്ചോള്, പിന്നെ എന്താണ് വള്ളക്കാട്ടയ്ക്ക് മാരാട്ട മരുമക്കളായിരുന്നു. പിന്നെ രണ്ടാമത് പാതിരിശ്രീന്ന് വേദിയുള്ളതായിരുന്നു ആ കിഴേത്ത മുത്തേരം. ഇപ്പൊ അപ്പണ്ടായിരുന്നില്ലേ, പാതിരിശ്ശേരി മരുവനെയാണ്. അയാള് തന്നെയാണ് പിന്നെ നിങ്ങളുടെ അച്ചോളിനെ ഉപയോഗിച്ചു. ഇവിടുത്തെ അച്ചോളിനെ അനിയത്തീനെ കിഴേത്തക്ക് ഉപയോഗിച്ചു വന്നില്ലേ. അപ്പൊ 3 വേഴിച്ചതാണ് ഇപ്പൊ ഈ മുത്തശ്ശീന്റെ ഉറപ്പറഞ്ഞ. അങ്ങനെ ആ ഉറപ്പറഞ്ഞോന് ഈ ഉറപ്പറഞ്ഞോളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കിഴേടുത്ത്. അപ്പൊ അമ്മാത്ത എവിടെയാ ചോദിക്കും ഞങ്ങൾ. അപ്പൊ പറയലാണ് എന്റെ അമ്മാത്തും ഇല്ലത്തോന്ന് മുത്തശ്ശീന്റെ അറിയാൻ വേണ്ടീട്ട്. പിന്നെ കാലടിക്ക്, അതെ കാലടി, പിന്നെ പുതുക്കുളം. അത് മേടമാസത്തിലെ വിശാഖം. ഇപ്പൊ നാളൊന്നും വന്നാൽ ഓർമ്മയ്ക്ക് നിൽക്കില്ലല്ലേ. അതിനൊന്നും ആർക്കും ഇടയില്ല. വെച്ചായാൽ സ്കൂളിലേക്ക് പോവാ, അത് കഴിഞ്ഞാൽ ജോലി എന്താ നോക്കുക, അവിടേക്ക് പോവാ. മറ്റേ രാമോദരമാവൻ പറയേ എന്ത് കാര്യമായാലും ഈ സംസാരത്തുമെന്നാണ് ഗുണദോഷങ്ങളൊക്കെ മനസ്സിലാക്കുക. ഇപ്പൊ സംസാരം വർത്തമാനം പറയലില്ല, തമ്മിൽ എന്തെങ്കിലും ഒരു വർത്തമാനം അമ്മാവൻ പറഞ്ഞേ. ഇപ്പൊ ഗുണായാലും അറിയാം, തമ്മിൽ എന്തെങ്കിലും നാട്ടുവർത്താനം പറഞ്ഞെങ്കിലേ ദോഷമാണെങ്കിലും അതും അറിയാം. അപ്പൊ ഈ സംസാരത്തുമെന്നാണ് നമുക്ക് ഗുണദോഷങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയാറ്. അത് സംസാരിക്കൽ തന്നെയില്ല. അത്യാവശ്യം എന്താ വേണ്ടെന്ന് വെച്ചാൽ അല്ല അവരുടെ ആ മുമ്പത്തെ ഓരോരുത്തരുടെ ആ വാക്കേ. അപ്പൊ അങ്ങനെയാണ് അതിന്റെ. ഇപ്പൊ അതില്ല, കുട്ടികൾക്കും തമ്മിലൊരു വർത്തമാനം പറയാനും കളിക്കാനും തീർക്കാനും ഇല്ല. ഒന്നും കൂടെ സ്കൂളിൽ പോകും, അല്ലെങ്കിൽ TV കാണും. ചിന്തിക്കാനുള്ള സമയമില്ല അല്ലേ. പിന്നെ കുടുംബകാര്യങ്ങളെ പറ്റി അന്വേഷിക്കാനും അതെ, അതിനും കുടുംബത്തെ പറ്റി മനസ്സിലാക്കാനുള്ള അതുമില്ല. തമ്മിലുള്ള ബന്ധങ്ങളൊന്നും. ഈ കല്യാണ ഗ്രാമത്തില് ഈ കൈകൊട്ടിക്കളി അങ്ങനെയില്ല. എവിടെ തമ്മിൽ എല്ലാരും കൂടി കൂടണമെന്ന് വെച്ചാൽ പിന്നെ നായന്മാരും ഉണ്ട്, പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇല്ലത്ത് കുറെ കളിച്ചിട്ടുണ്ട്, ഞങ്ങളെ കളിപ്പിച്ചിട്ടുണ്ട്. ആ പോയിനെ പിന്നെ നല്ലോണം കളിക്കാൻ പറ്റും. പിന്നെ കൊടശ്ശേരി കപ്പയത്തെടുത്ത് വാരിയത്ത് പിന്നെ തരണ്ട, പിന്നെ പുറത്തൊക്കെ ഇറങ്ങലില്ല. അതേവരെ പഠിക്കലേ ഉള്ളൂ. കയ്യൊട്ടി ചെയ്യാലുണ്ട്. പിന്നെ പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ ഇല്ലങ്ങളിൽ വെച്ച് കളിപ്പിച്ചിട്ട് പെണ്ണുങ്ങള് കളിപ്പിക്കാറുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരും. പണിക്കത്തിയാരെയാണ് ഇവിടുത്തെ സാവിത്രി പഠിപ്പിച്ചതേ. നമ്മളെപ്പോഴൊക്കെ പാട്ട് പഠിപ്പിക്കുക. അമ്മു അരിനാക്ഷി അങ്ങനെയൊക്കെ എഴുന്നവരെ കർണാടകയെ പഠിച്ചത് ഞാൻ പാട്ടുണ്ട്. പാടാനൊക്കെ പാടാനൊക്കെ ആവും അല്ലേ? പാടാനൊക്കെ കുറച്ച് പാടിയായിരുന്നല്ലേ?
ഇപ്പൊ സാധാരണ ദേവരെയൊക്കെ പാടിയ ഒരു ചെറിയൊരു തിമ്മാനും തളയ്യോ പാട്ട് പഠിച്ചെടുത്ത് ഒരു സൈക്കിളും ഉണ്ടായിരുന്നു ഒരു അറുപടി ഉണ്ട്. അതെ അതിനോട് കെട്ടി നോക്കിട്ട പേരാണ് കൂട്ടിയപ്പോ നല്ല ചിറ്റമ്മ അല്ല ചിറ്റമ്മയുടെ പക്ഷെ അധികം പാട്ട് കേട്ടിട്ടില്ല. അമ്മ കൊറേയൊക്കെ പാടിയിട്ടുണ്ട്. ചിറ്റമ്മ അധികം പാടുന്നത് പിന്നെ ഞാൻ പാടാറൊക്കെ ഉണ്ട്. അവിടെ വന്നാലും അല്ല കൈകൊട്ടി കളിക്ക് പാടുന്നുണ്ട് അല്ലേ? അതെ, കൈകൊട്ടി കളിപ്പാട് തന്നെയാണ് കാര്യമായിട്ട്, അല്ലാണ്ടുള്ള പാട്ടൊന്നുമല്ല. പിന്നെ ഈ പറഞ്ഞ കൂട്ടത്തില് ആ ഗോവിന്ദൻ സപ്രസരൊക്കെ പഠിപ്പിച്ചായിരുന്നു, കരികമാന്നൊക്കെ പറഞ്ഞ്. അത് കുറെ പഠിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നുമില്ല. അതുപോലെ തന്നെ മറാഠായിട്ടൊന്ന് ഞാൻ കൂടിയിട്ട് സംസ്കൃതം, വാക്യം, അമരേശം ഇതൊക്കെ ഇപ്പൊ പത്തായപ്പുരയിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നും ഇപ്പൊ ഈ വലിയതായി പ്രസവമൊക്കെ തുടങ്ങിയാൽ പിന്നെ ഒന്നുമില്ല, പെണ്ണുങ്ങൾക്ക് അതാകും. അതൊക്കെ പഠിച്ചിട്ടുണ്ട്, മറാഠേട്ടൻ്റെ ഒപ്പം വേണ്ടതൊക്കെ. അപ്പൊ അവിടെ അന്ന് ഉള്ള പുണ്യപൂരിയാലും എല്ലാരും ഒരു ജ്യോതിഷക്കാരനാണ്. ഈ ഗണാഷ്ടകം, മൂന്നാഷ്ടകം, അതെ, അതിലൊക്കെ ഓർമ്മയുണ്ടാവും അല്ലേ? ഭുജംഗപ്രയാഗം ഇതൊക്കെ ഓർമ്മയുണ്ടാവും അല്ലേ? ആക്കെ ഓർമ്മയില്ല. അവിടെ ദിവസേന ചെല്ലും, ഞാൻ പൊപ്പൾ കൂടി ചെല്ലും. ഒരു രണ്ടുപേരും ചിരി കിട്ടാല്ലേ അല്ലേ? ഭുജംഗപ്രയാഗം അത് എടുക്കല്ല, അല്ല എടുക്കല്ല അത്. വിദംശം വിധം നിർമ്മലം നിർവികൽപ്പം നിരീഹം നിരാകാരം ഓങ്കാര ഗമ്യം. അതൊക്കെ വലിയ മുത്തശ്ശി പറഞ്ഞതാ ഞങ്ങൾക്ക്. ഞങ്ങൾക്ക് രണ്ടാൾക്കും കൂടിയേ മറ്റേ വിവരം മുത്തശ്ശിക്കാണ് അധികമുള്ളതേ, അപ്പൊ പറയുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് തേച്ചു കുളിക്കാൻ. ഇവിടുന്ന് ഏട്ടനാട് വന്നാൽ ശനിയും ബുധനും ആണുങ്ങൾക്ക് തേച്ചു കുളിക്കണം. എന്നിട്ട് എണ്ണ വെച്ചോളൂ, വേഗം തേച്ചോളൂ. നീമ വലിയ മുത്തച്ഛാ പറയാ. അതെ, ചെവ്വയും വെള്ളി ചെവ്വയും പെണ്ണുങ്ങൾക്ക്, ശനിയും ബുധനും ആണുങ്ങൾക്ക്. അതൊക്കെ നിഷ്ഠ ചെയ്യേണ്ടെങ്കിലും നിഷ്ഠ ഉണ്ടെങ്കിലും മുത്തശ്ശിയോട് പറയും. മരോക്കള് വന്നാല് നിങ്ങൾ ഇവരൊക്കെ ഉള്ളതൊക്കെ അങ്ങനെയാണ് ആരായാലും. അതിലിടയ്ക്ക് ഒരു ദിവസം പറഞ്ഞു, ശനിയും ബുധനും അല്ല വീട്ടില് ഒരാള് വന്നു, എന്താണ് എൻ്റെ പത്തായത്തില് നെല്ലില് എപ്പോഴും പാറ്റയാണെന്ന് പറഞ്ഞു അത്രേ. വലിയ മുത്തശ്ശി പറയാതിരിക്കാൻ കഥ. അപ്പോ ആള് പറഞ്ഞു അത്രേ, ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്, ഞാൻ മടങ്ങി വരുന്നത് വരെ ശനിയും ബുധനും തേച്ചു കുളിക്കാണ്ടിരുന്നാൽ മതി എന്നത്രേ ആ ആളോട്. അപ്പൊ ഈ ഒരാണാണ്. അപ്പോ അത് കാര്യമാണോ വിചാരിച്ചവര്. എന്നിട്ട് ശനിയും ബുധനും തേച്ചു കൊടുത്തില്ല. പിന്നെ ആ ആള് മടങ്ങി വന്നപ്പോഴേക്ക് പത്തായത്തില് നെല്ലൊക്കെ ആരോ കൊണ്ടുപോയി ഇല്ലാതെയായി. അപ്പൊ ഈ ശനിയും ബുധനും തേച്ചു കൊടുത്താൽ നെല്ലും അരിയൊക്കെ ഉണ്ടാവും നഷ്ടം. അപ്പൊ ഈ നെല്ല് നല്ലോണം ഉണ്ടായിട്ടല്ലേ പാറ്റ ഉണ്ടാവുന്നത്. അപ്പൊ ഈ പാറ്റ പോവാൻ എന്താ വേണ്ടെന്നുള്ളത് ചോദിച്ചപ്പോഴത്തെ സമാധാനം. അപ്പൊ മുപ്പശ്ശേരീസം നെല്ല് ഇല്ലാണ്ടായാ പിന്നെ പാറ്റ ഉണ്ടാവില്ലല്ലോ. നമ്മുടെ എലി തന്നെ എലി ഇല്ലാണ്ടാവണമെന്നുണ്ടെങ്കിൽ നെല്ലില്ലാണ്ടാവണമെന്ന് പറഞ്ഞു. ഇളകിവരിപ്പോ എന്ന് എലി ഉണ്ടാവും അവിടെ. എലി ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കും. അപ്പൊ എലി ഇല്ലാണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നെല്ലില്ലാണ്ടാവണം. അപ്പൊ കൃഷി ചെയ്യാൻ മതി. എന്നാ പിന്നെ വലിയ മുത്തശ്ശേരീസം കഥ പറയുമ്പോ പറയാവത്. അല്ല അങ്ങനത്തതൊക്കെയാണ് വലിയ മുത്തശ്ശിക്ക്
വിവരമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കുകയും ചെറിയ മുത്തശ്ശി അങ്ങനെയൊന്നും പറയില്ല. ഇല്ലല്ല. ചെറിയ മുത്തശ്ശി അങ്ങനെയൊന്നും പറയില്ല. വലിയ മുത്തശ്ശിയാണ് അങ്ങനത്തതൊക്കെ. അത് മക്കള് രണ്ടാളും മരിച്ചിട്ടാ മുത്തശ്ശി മരിച്ചത്. വിട്ട് അച്ചോളും ഹൃദയത്തെ അച്ചോളും രണ്ടാളും മരിച്ചിട്ട് പിന്നെ വലിയ മുത്തശ്ശി മരിച്ചത്. അപ്പൊ എന്നിട്ട് അപ്പു ഇതായി ഞാൻ കൊണ്ട് ചെന്ന് ഒരു ദിവസം എനിക്ക് ഒരു 50 ഉറുപ്പ്യ തന്നു വലിയ മുത്തശ്ശി. എന്താണ് ഇത് എടുത്തോളൂ, എനിക്ക് എന്തെങ്കിലും വയ്യാണ്ടി അറിയാൻ നിങ്ങളെ ഒന്ന് നോക്കാറുള്ളൂ. അന്ന് അല്ല കഷ്ടം തോന്നൊക്കെ 2 മക്കളും മരിച്ചിട്ട് പിന്നെയാണ്. അപ്പൊ എന്നിട്ട് എന്റെ ഇത് അന്നൊക്കെ 50 ഉറുപ്പ്യ എന്ന് പറഞ്ഞാൽ 1000 ഉറുപ്പ്യന്റെ ഫലമുണ്ട്. ഭയങ്കര തന്നെയാ. കുറച്ച് കഷ്ടം തോന്നും. അല്ല ആ മക്കളില്ലല്ലോ. അപ്പൊ മക്കളെ ആയിക്കോട്ടെ അവരെ ഇനി നോക്കാറുള്ളൂ എന്നുള്ള കുറേ ഓർമ്മ ഉണ്ട്. അച്ചോട് മരിച്ചത് എന്നുള്ളത് മുത്തശ്ശിയോട് പറഞ്ഞത് അവിടെ വന്ന് പറയണ്ടേ? പറഞ്ഞപ്പോഴത്തെ ആ ഒരു പ്രതികരണമൊക്കെ ഇങ്ങനെ തോന്നുന്നുണ്ട് റേഡിയോയിലെ. എന്താ ചെയ്യാ, നമ്മൾ ഒരു അച്ചോടെ രൂപ ഈ കാല് ചിറ്റമ്മ ഇവിടെ വന്നിട്ടില്ല. ഞാൻ വേളി കഴിഞ്ഞിട്ടില്ല. അതിലേക്ക് ഇവിടുത്തോരൊക്കെ കൂടുകൊണ്ട് ഇവിടുത്തവർക്ക് വേളി കഴിക്കാൻ കാച്ചിക്കാൻ ചെയ്യേണ്ടി വന്നു. നേരെന്തായി? നേരെ 12 മണി അവിടെ ഉള്ളൂ. അവര് 3 അത് പള്ളക്കാത്ത മക്കളെ മേലെ എട്ട മരുമക്കള്. അതിലിപ്പോ ഒരു പ്രത്യേകിച്ച് അമ്മയുടെ വന്ന് വസതിയില്ലേ? അപ്പൊ അമ്മയുടെ അവര് നാളുണ്ട്. അപ്പൊ അമ്മ, ചിറ്റമ്മ, അമ്മ, വെള്ളാമ്മ, ചിറ്റമ്മ, അമ്മാമൻ, ആ 4 പേരും കൂടി ഇല്ലാതെ റെഡിയാണ്. അതില് അമ്മയുടെ വീട്ടില് എല്ലാം താവയിലേക്ക് വരാൻ പിന്നെ അമ്മ പറഞ്ഞതേ മാങ്ങോട്ട് ഇല്ലത്തും അമ്മായിരുന്നു അമ്മയെ പറഞ്ഞു നിൽക്കണ്ട. എന്താ അതിന്റെ അമ്മേനെ പറഞ്ഞ നിശ്ചയില്ല എങ്ങനെയാണത് പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നുണ്ട്. അത് അമ്മയുടെ കമലയിൽ പറഞ്ഞതാണോ? അങ്ങനെയാവും, അല്ലാതെ വരെ കേട്ടിട്ടില്ല. എവിടെയും കേട്ടില്ല. അങ്ങോട്ടേക്ക് കൊടുത്തതായിട്ട് അങ്ങനെ വല്ലതും ഉണ്ടോ? പറയുന്ന കേട്ടില്ല. അങ്ങനെ ഒരു തലമുറയുടെ അങ്ങോട്ടേക്ക് വല്ലമ്മയ്ക്ക് ഓർമ്മ ഉണ്ടാവും. അതിന്റെ അപ്പുറത്ത് ചിറ്റമ്മയ്ക്ക് ഓർമ്മ ഉണ്ടാവും. അതിന്റെ അപ്പുറത്ത് അല്ലൊന്നും ആരും പറയുന്നത് കേട്ടിട്ടില്ല. അങ്ങനെ കൊടുക്കലും കൊണ്ടല്ലോ രണ്ടായിട്ടുണ്ട്. ഈ വല്യച്ഛന്റെ അല്ലെങ്കിൽ അച്ഛന്റെ വല്യച്ഛന്റെ
അന്നൊരു പട്ടിലാക്കം വളരെ ഇതായിട്ടുള്ള പ്രഭാവമായിട്ടുള്ള അന്നുണ്ടായിരുന്നു അങ്ങനെ അന്ന് പറയുകയില്ല. ഈ ബന്ധം തന്നെ ഉള്ളൂ. അത് അച്ഛൻ്റെ വലിയച്ഛൻ്റെ മകളായിരുന്നു ഇവിടുത്തെ അച്ചോള്. അതിന് അതാണിപ്പോ ശ്രീദേവി എന്ന് പറഞ്ഞത്. അതെ, ശ്രീദേവി നല്ലതാണ്. അതെ, അച്ചോൾക്ക് സാവിത്രിയാണ്, മകൾക്കാണ് ശ്രീദേവി പറഞ്ഞത്. അച്ഛന്റെ പിന്നീട് മകൾക്കാണ് ശ്രീദേവി. അതെ, പിന്നെ മണിയച്ചൻ. ഞാൻ പറയാ നിങ്ങളതൊക്കെ എടുക്കണ്ട. പിന്നെ ഇവിടുത്തെ മകളെ നടുവിലിക്കൊന്നിനെ കൊടുത്തായിരുന്നു. അപ്പൂന്റെ മുത്തച്ഛന്റെ പങ്ങളെ. മുത്തച്ഛന്റെ മകളെ മുത്തല്ല പങ്ങള് 4 ഉടപ്പുറന്നുള്ളവരായിരുന്നു മുത്തച്ഛനെ. അതിൽ വലിയനെ നടുവിലിക്കാ കൊടുത്തത്. രണ്ടാമത്തേനെ കിഴക്കേട്ടക്ക്, മൂന്നാമത്തേനെ പാലശ്ശേരിക്ക്, കടൂർത്ത് പാലശ്ശേരി. അതിലത്തെ മകളിനെ കിരീടം അപ്പം വെളിയിൽ ചേർന്നത് ഇവിടുത്തെ മരുമകളായിരുന്നു. പെറ്റിട്ട് കുട്ടികളൊന്നുമില്ല. അപ്പോൾ ഇവിടുത്തെ നടുവിലേക്ക് കൊടുത്ത മകള് ഒരു കൃഷ്ടായിട്ട് പോയിട്ടുണ്ട്. അത് നിങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ഇവിടുത്തെ മകള് നടുവിലേക്ക് കൊടുത്തായിരുന്നു. നടുവിലേക്ക് അതൊക്കെ ഈ കുറിയിടത്തെ ആ കഥയോട് ബന്ധപ്പെട്ട ആ കാലത്തൊക്കെയാകുമോ? കാലം ഉണ്ടായിരുന്നല്ലോ. ഏതാണ്ട് അങ്ങനെ ആവില്ല. പക്ഷെ ഇവിടുന്ന് പോയേനെ ഞങ്ങള് കണ്ടിട്ടുണ്ട്. സാവിത്രി ഉണ്ടായിട്ട് കാണാൻ പോയിട്ടുണ്ട്. വലിയ കുട്ടി ഉണ്ടായിട്ട് ഇല്ലത്തെ കുട്ടീനെ കാണാന്ന് പറഞ്ഞ് കൊണ്ടുപോയിരുന്നത്. അത് നടുവിന്ന് കുറച്ച് പനങ്ങോട്ട് നോട്ട് അത് കുറച്ച് മറ്റൊരു പേര് പറഞ്ഞുണ്ടാക്കിയതാണെന്നാണ്. പിന്നെ അത് തന്നെയല്ല, എന്താണ് ഇങ്ങനെ പൃഷ്ടാണെന്നുള്ളതായിട്ട് പോയപ്പോ ഒരു മല്ലിശ്ശേരി ഉണ്ടായിരുന്നു സാറെ. അല്ല, ഈട്ടിശ്ശേരി, ഈ പിന്നപ്പാള വയ്ക്കാൻ. ആ ഈട്ടിശ്ശേരി അതുപോലെ താമസമുണ്ട്. അപ്പൊ അയാളായിട്ടാണോ നിൽക്കല്ല, ഇത് ഇങ്ങനെ ആയതിന്റെ ശേഷം അയാള് പിറ്റേ ദിവസം അമ്പലക്കുളത്തിൽ തൂങ്ങി വരച്ചു. അപ്പൊ ഇതായിട്ട് കുറച്ചൊരു ബന്ധമായിരിക്കും. അപ്പൊ അതുകൊണ്ട് വേറെ ആക്കിയതാണ്, പൃഷ്ട് കൽപ്പിച്ചതാണ്. അടുത്ത് തന്നെയായിരുന്നു. നടുവിലെ കുറച്ചത് വിട്ടിട്ട് ഞങ്ങളൊക്കെ പോയി കണ്ടിട്ടുണ്ട്. കുട്ടീനെ കാട്ടാൻ കൊണ്ടുപോയിട്ടുണ്ട്. ആത്തന്മാരോട് തന്നെ ഞെറിഞ്ഞെടുത്ത് ഭസ്മക്കുറിയിട്ട് ചന്ദനക്കുറിയൊക്കെ ഇട്ട് ഒരു പെണ്ണ് മാത്രം ഉണ്ടോ ഒപ്പം അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അങ്ങ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോന്ന്. ഇവിടുത്തെ മരുമകളല്ല, മകള്. അയലത്തെ മകളിനായിരുന്നു മേലേത്തിന്റെ അമ്മ. നടുവിലെ മകളെ ഇവിടുത്തെ മരുമകളായിരുന്നു. പിന്നെ ഒരു മണ്ണഴി ഉണ്ടായിരുന്നു, ഒരു ഉണ്ണി, ഒരു പെണ്ണും. പിന്നെ അതിന്റെ ശേഷമാണ് പോയത്. പിന്നെ ആ മണ്ണഴി പുളിക്കത്തൊടിന്ന് വീളിച്ചിട്ട് അതിലാണ് ഈ മണ്ണഴിമാരുണ്ടായത്. നടുവിലെ മണ്ണഴിമാരാ അല്ലേ? നടുവിലല്ലേ? കൊട്ടാരത്തിലേക്ക് ഞങ്ങളുടെ എന്റെ അനിയത്തിനാ, ഇല്ലത്തെ മകളല്ല. മറ്റത് കാരിശ്ശേരി. ആ ചിറ്റമ്മേന്റെ മകളെ കാരിശ്ശേരിക്കാ അല്ല, അത് പട്ടൂര് മകളാ. പൂളക്കാട്ടത്തിലെ അമ്മണിയുടെ അച്ഛൻ ആദ്യം വെളിയിച്ചതല്ലേ. അത് പട്ടൂര മകളാണ്. അത് ഏത് പട്ടൂരാ വെച്ചപ്പോ ഈ പറഞ്ഞ ഒറ്റ മകള. ഗ്രാമത്തിലെ ഓത്തൂട്ടൊക്കെ ഉണ്ടായിരുന്നേ. ചിറ്റമ്മ ഓത്തൂട്ട് ഒരു വണ്ടൂര്. വണ്ടൂര് എവിടെ ഉണ്ടായില്ലേ?
വണ്ടൂര് അന്ന് ഞങ്ങൾക്ക് ഒരു 8-10 വണ്ടൂര് അമ്പലത്തിലേ ആ വിഷ്ണുവിന്റെ അമ്പലം ഉണ്ടല്ലോ. പിന്നെ കൊടശ്ശേരി ഉണ്ടായിട്ടുണ്ട്. പിന്നെ വെള്ളച്ചാട്ട് അതല്ലേ, വെള്ളച്ചാട്ട് 6 കൊല്ലം കൂടുമ്പോഴൊക്കെ 3 കൊല്ലം കൂടുമ്പോഴൊക്കെ അത് നീമ ഉണ്ടായിരുന്നു. 2-3 തോന്നുന്നുണ്ടെങ്കിൽ അതെ. അവസാനത്തത് ഹൈമാവതി കുട്ടി അമ്പളാണ്. അതെ, അവിടെ ഇവിടുത്തെ ഒരു പോത്തൂട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ ഇവിടെ ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നു. അത് മാങ്ങോട്ടരി മകളാണ്. ഇപ്പൊ അപ്പൂന്റെ ഒക്കെ മുത്തച്ഛന്റെ വലിയച്ഛ മേടിച്ചത്. അതില് കുട്ടികളൊന്നുമില്ല. അപ്പോ അതിന്റെ അനിയത്തീനെയാണ് പട്ടേരി മേടിക്കുന്നത്. ഈ നീലാണ്ടൻ പട്ടേരി, നാരായണൻ പട്ടേരി, സ്വാമി ആരായത്. അപ്പൊ അവരിന്റെ നാരായണൻ. അപ്പൊ അവര് ഇവിടുത്തെ ഈ മുത്തശ്ശീന്റെ അനിയത്തീന്റെ മക്കളാ. അപ്പൊ ഇവിടുത്തെ മുത്തശ്ശി ഇങ്ങനെ ഓരോ ദിക്കിൽ നടക്കുള്ളൂ, കണ്ണും കാണുക അത്ര. അപ്പൊ ഇവിടുന്ന് ഒന്നാമത്തെ ദിവസമൊക്കെ ഇവിടുന്ന് അരി മേടിക്കും. എന്നിട്ട് എന്താണ് ആ അരി വിറ്റ് കാശാക്കിയിട്ട് അവിടെ കൊണ്ടുപോയി കൊടുക്കും. എവിടെ? വെള്ളച്ചാട്ട്. അപ്പോ എന്താണ് ഈ ഓത്തൂട്ടിന്റെ അന്ന് ഒരു ദിവസത്തെ ഓത്തൂട്ട് പിടുത്ത് വരിക. അത് ദേവരെ നടന്നു കേട്ടോ. എന്താണ് അപ്പൊ ഈ ഓത്തൂട്ടിനാണ്, ഓത്തൂട്ട് കഴിക്കുമ്പോ ഒരു ദിവസം ഓത്തൂട്ട് എന്റെ ഒരിയാണ് പട്ടേരീനെ ഏൽപ്പിച്ചതാ. അതോ എന്താണ് ഓത്തിന്റെ കാതല എന്ന് പറഞ്ഞാൽ ശ്രീരുദ്രം. അതെന്നെ വേണേനു. എന്നിട്ട് അങ്ങനെയായിരുന്നേ. ഇപ്പൊ ഉണ്ടായതും കൂടിയിട്ട് അപ്പു പോയി തോന്നുന്നുണ്ട്. എന്താണ് അപ്പൊ ആ ഓത്തൂട്ട് എടുത്തു വരിക ശ്രീരുദ്രം. അപ്പൊ അങ്ങനെയാണ് എന്താണ് ആ ഓത്തൂട്ട്. പിന്നെ പുതുക്കൊള്ളി ഓത്തൂട്ടുണ്ട്. പ്രസിദ്ധപ്പെട്ടതായിട്ടുള്ളത് പുതുക്കൊള്ളി ഓത്തൂട്ടാണ്. അത് ഞാനൊക്കെ ഒപ്പിച്ചിരിക്കുന്ന ആൾക്കാ. മഹാകേമായിട്ട് തന്നെ ആയിരുന്നു. അത് നാടന്മാരായിട്ടും കൂടി കട്ടേറ്റും കൂടിയും കൂട്ടിട്ട് കൊടശ്ശേരി അമ്പലത്തിൽ വേണമെന്നായിരുന്നു. കൊടശ്ശേരിക്കാരെല്ലാരും കൂടി കൂടാ. അപ്പം കട്ടേറ്റും കൂടി ഇപ്പൊ മരിച്ചാൻ പോരി ഒരു വാറ്റിക്കാരനാ. അപ്പൊ കൊടശ്ശേരി അമ്പലത്തിൽ സമ്മതിച്ചില്ല. അപ്പൊ ആ നിരീച്ച ദിവസം പുതുക്കൊള്ളി അമ്പലത്തിലായിട്ട് കഴിച്ചു. അതിപ്പോ ഈ കുഞ്ഞിക്കൂട്ടനോട് ഉണ്ടായിട്ടാണോ തോന്നുന്നുണ്ടെങ്കിൽ ഏകദേശം. അപ്പോ ആ ഓത്തൂട്ട് അതിന്റെ മുമ്പേ ഓത്തൂട്ട് ഉണ്ടായിട്ടുണ്ട് പുതുക്കൊള്ളിയെ. അത് മരാഠ വക സ്വന്തമാണ് അമ്പലേ. അപ്പൊ അവിടെ അത് കഴിച്ചു പൊട്ടപ്പം മറ്റേ ഏട്ടൻ കൊടശ്ശേരി അമ്പലത്തിൽ പറ്റില്ലായിരുന്നപ്പോ കൊടശ്ശേരി അമ്പലത്തിൽ ഉണ്ടായിട്ടുണ്ടാ ഞങ്ങൾക്കൊക്കെ തോന്നുന്നുണ്ട് ഓത്തൂട്ട്. ഈ കരിക്കാട് ഈ ഋഗ്വേദികൾക്ക് ഒന്നുമില്ല അങ്ങനെയുള്ള അവരൊക്കെ ഓരോ മഠങ്ങളായിട്ട് ബന്ധപ്പെട്ടവരാണല്ലോ. അല്ലപ്പോ ഈ ഓത്തൂട്ട് ഇപ്പൊ ഈ ഋഗ്വേദികൾക്കല്ലോ, ഋഗ്വേദികൾക്കില്ല. ഋഗ്വേദികൾക്ക് അപ്പൊ കരിക്കാത്ത ഋഗ്വേദികളൊക്കെ അവരുടെയൊക്കെ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ മരുതൂർക്കര ഋഗ്വേദിയാണല്ലോ. അടുക്കളയിടം അല്ല കടന്നില്ല, അടുക്കളയിടം അതെ. മാങ്ങോട്ടരി ഇത്യാദിയാണ്. മാങ്ങോട്ടരി, അടുകളയിടം, കീഴയിടം, എന്താണ് മറ്റേ കാവുങ്ങല് മരുതൂർക്കര. ഇങ്ങനെ 6 ഇല്ലങ്ങളാണ് ഈ കരിക്കാട്ട് ഗ്രാമത്തിലെ ഇത്യാദികൾ. മറ്റതൊക്കെ ഇതിൽ വരികയാണ്. ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. അവര് ഇതിൽ കൂടുതലേ അതാ ഞാൻ മനസ്സിലാക്കിയില്ല. പോത്ത് കുട്ടിക്കില്ല.
ഇല്ലാതാക്കി പോണത്. അവർക്ക് ഇതെന്തായാലും ഒരു ഇതുണ്ടോന്നുള്ളത്. പിന്നെ പിന്നെ ചിതമ്മയ്ക്ക് ഓർമ്മയുള്ള ചിതമ്മയുടെ ജീവിതത്തില് ഓർമ്മയുള്ള പ്രധാന സംഭവങ്ങൾ എന്തൊക്കെയാ? എന്താ വല്ല വേടിക്കോ ഇതിനൊക്കെ പങ്കെടുത്തതും നല്ല ഓർമ്മയുള്ള കാര്യങ്ങൾ, അധികം വല്ല ഉത്സവങ്ങളോ? അതൊക്കെ സാധാരണ നടക്കണ പ്രധാന ഒരു സംഭവം അല്ലേ കാത് മുറിക്കലേ, ബ്ലൗസിടല്ലേ, ഇതൊക്കെ പ്രധാനല്ലേ? അതാണ് അവർക്കാകുമ്പോഴത്തേക്ക് പരിഷ്കരിച്ചത് തന്നെയാ. അതെങ്ങനെയുണ്ടായി കാത് മുറിക്കൽ? എങ്ങനെയുണ്ടായി? ഇന്റത് എന്താണ് കുറച്ച് കാലമായിട്ടേ ഉള്ളൂ. ഇവിടെ മണിയപ്പം പറഞ്ഞേ ആത്തന്മാരുടെ കാത് മുറിക്കാൻ നല്ല സൗകര്യമാണ്. ഗിരിജേനെ പെറ്റിയെടുക്കുമ്പോഴേ മഞ്ചേരി ആത്തന്മാരുടെ കാത് മുറിച്ചോളൂ പറഞ്ഞു. അന്നൊന്നും കൂട്ടാക്കില്ല. പിന്നെ ഇപ്പൊ ഒരു ഓപ്പറേഷൻ ഉണ്ടായി കോഴിക്കോട്ട് പോയിട്ട്. കോഴിക്കോട്ട് പോയിട്ട് അപ്പൊ ആ ഒരു സുമതി ഡോക്ടറാണ്. അപ്പൊ ആ ഡോക്ടർ പറഞ്ഞു ഇനിയിപ്പോ എന്താ ഇപ്പൊ അന്തർജനങ്ങൾക്ക് ചിറ്റൊന്നുമില്ല കാത്. അപ്പൊ ആ കൂട്ടത്തിൽ കൂടി അതേപോലെ തന്നെയാണ്. അതും ഇപ്പൊ കുറച്ചു കാലമായിട്ടേ ഉള്ളൂ. ഒരു 10-20 കൊല്ലായിട്ടേ ഉള്ളൂ. അമ്മ എത്രയായി അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മക്ക് കയ്യുമ്പല് ഒരു കാപ്പ് കെട്ടിട്ടായിരുന്നു. അത് ഇട്ടിട്ട് ഇവിടെ പാലാറ്റിലെ അമ്മേനെ കൊടുക്കാൻ ഈ പാട്ടുണ്ടല്ലോ, ആ പാട്ടിന് കൂടിയിട്ട് പട്ടേരിന്റെ അത്തന്മാരോടും മരാഠ അത്തന്മാരോടും ഒന്നും അതിൽ കൂടിയിട്ടില്ല ഈ കാപ്പ് ഇട്ടിട്ട്. അതുപോലെ ആർക്കെ ഒരാൾ കൂടി ഉണ്ടാകും. ഒന്നുമില്ല, ഒരു അത് മുമ്പേ വളയില്ലല്ലോ, കരിക്കാട്ടുകാർക്ക് വളയില്ല. അപ്പൊ അതിട്ടിട്ട് ഉള്ള ഒരു ഇതിന് എന്നിട്ട് കല്യാണത്തിന് കൂടിയില്ല എന്നാ പറയണ. കൂടാൻ ഒരു സുഖമില്ലാണ്ട്. അതെ. അപ്പോ ആചാരത്തിന് വിരുദ്ധമായിട്ട് ചെയ്തു. വളയിടാൻ പാടില്ല എന്നല്ല. അതെ, വളയിടാൻ പാടില്ല. ഒക്കെ പറഞ്ഞതുള്ളൂ. എന്റെ അമ്മക്ക് വളയില്ലായിരുന്നു. ഇത് വീട് നിങ്ങൾ സെറ്റ്. അതെന്താ വെച്ചാൽ കാലടി മകളല്ലേ, പിന്നെ അപ്പൊ ആ ഭാഗത്തൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അമ്മ എന്താണ് വള ഊരിയിട്ടില്ല. ഊരണമെന്നാരും പറഞ്ഞിട്ടില്ല. മറ്റത് പുളിക്കത്തൊടിക്ക് അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടല്ലോ അമ്മയുടെ അനിയത്തീനെ. ആ അവിടെ കൊണ്ടുപോയി നടിക്കത്ത് ഇറക്കാൻ പുറപ്പെട്ടപ്പോ പുളിക്കത്തൊടിയെ പറഞ്ഞു അത്രേ വള ഊരിട്ടേ പാടുള്ളൂ. എന്റെ അച്ഛനതൊന്നും പറഞ്ഞില്ല. അപ്പൊ എന്നിട്ട് വള ഊരി ചിറ്റമ്മക്ക് വളയുണ്ടായിരുന്നല്ലോ. എന്റെ അമ്മക്ക് 11 വളയുണ്ടായിരുന്നു. ഓട്ടുവളയാണ്, സ്വർണ്ണവളയല്ല. തെക്കോട്ടൊക്കെ മുമ്പ് എങ്ങനെയാണ് മരുതൂർക്കരയ്ക്കൊക്കെ ഉണ്ടായിരുന്നേ അങ്ങനെ അമ്മമാർക്കൊക്കെ വള തെക്കോട്ട. അപ്പോ അമ്മ അച്ഛൻ മരിക്കുന്നത് വരെ വള കഴിവിലിട്ട. ഒന്നും രണ്ടൊന്നും എല്ലാനും 10 ഉണ്ടാവും. ഇത്രത്തെ വീതി ഉണ്ടാവും. അങ്ങനെ 10 വള ഓട്ടുവള. എന്നിട്ട് ഈ വളയിട്ടിട്ട് ഇവിടെ ഇങ്ങനെ കത്തും കൊണ്ടാവും. ഇത് നിറം. അപ്പൊ ദിവസേന പല്ലേക്കുമ്പോ വള തേക്കല. അപ്പൊ അത്രയ്ക്കുണ്ട് ആ കരിക്കാട്ട് ഗ്രാമക്കാർക്ക് ഈ വള പാടില്ല. ബഗനെ പേടിച്ചിട്ട് വള ഉരിയതാണെന്നാ പറയണത്. അവസാനത്തെ രക്ഷപ്പെട്ട ഇല്ലാണ് അങ്ങനെ പറയണേ. അവസാനം ആ ബ്രാഹ്മണന്റെ അപ്പൊ ആ രക്ഷപ്പെട്ട അതിന് മകന് ഒരു വണ്ടി ചോറും ഒരു മനുഷ്യന്റെ ഇതും വേണം. അങ്ങനെ നടന്ന് പോന്നപ്പോ കരുമാരപ്പറ്റ എത്തിയപ്പോ അവിടെ ഒരു ഉണ്ണി ഒരമ്മ മാത്രമേ ഉള്ളൂ. അപ്പോ എന്താണ് കുന്തി വന്ന് പറഞ്ഞു എന്നാണ് പറയണത്. പക്ഷെ അവിടെ ഉണ്ട് അത്ര ഇപ്പോഴും അതിൻ്റെ ഒരു ഇത് എന്താണ്
ഇവിടെ ഇങ്ങനെ രണ്ടാളേ ഉള്ളൂ, അവരില്ല. അവരിനെ രക്ഷിച്ചത് പാണ്ഡവന്മാരിലെ അമ്മ കുഞ്ചിയാണ് നാളെ. അപ്പം എന്നിട്ട് എന്താണ് ഭഗനെ കൊന്നൂലോ പോയിന്നെ ഭീമൻ. ആ സ്ഥലം ഈ കൊന്നൂരെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്ഥലത്തെത്ര ഈ നിലമ്പൂരും വണ്ടൂരും നടുക്കായിട്ട് കൊന്നൂര്. അത് ഈ ഭഗനെ കൊന്ന സ്ഥലത്ര അങ്ങനെ പറയണേക്ക. അപ്പൊ അതാണ് കരുമാരിപ്പറ്റയാണ് അത്ര അതിൻ്റെ. കരുമാരിപ്പറ്റ ഇപ്പൊ കുറെ മുമ്പേ ഇവരൊക്കെ മരിച്ചിട്ട് ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എന്നിട്ട് എന്താണ് ഭഗനെ കൊന്നത് എന്താണ് ഭീമനല്ലേ. അപ്പൊ ആ ഭീമൻ വിഷ്ണു സ്വരൂപത്തിലത്തെ ഒരു ആളാണല്ലോ. അപ്പോ അത് ഇപ്പൊ അവിടെ അതിന് വന്ദനില്ലാന്ന്. ഈ ആ ഭീമനെ അല്ല ഭഗനെ കൊന്നതിനുള്ള ഒരു സന്തോഷം നടിക്കൽ അവിടെ ഇപ്പൊ കുറെ ആളായിട്ടില്ല. അപ്പൊ ആദ്യം ഉണ്ടായിരുന്നായിരിക്കും കരുമാരപ്പെട്ട. അപ്പൊ എന്നിട്ട് നടിയിട്ടത് എന്തോന്നുണ്ട് തോന്നുന്നുണ്ട്. അപ്പൊ ഞാൻ നാളെ ശ്രീയോട് ചോദിച്ചു. അപ്പൊ ആ ഒരു സന്തോഷം അപ്പൊ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോ ഇതല്ലേ അങ്ങനെ സങ്കല്പിച്ചിട്ടുണ്ടെന്ന്. ഗ്രാമത്തിന് മറ്റുള്ള ഗ്രാമത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള കുറെ വ്യത്യാസങ്ങൾ പറഞ്ഞു കേൾക്കാറുണ്ട്. ഒന്നും ഈ വളയിടാനാവണോ? അപ്പൊ ഇനിയപ്പോ അതില്ല ആദ്യം വളയിട്ടാറുണ്ട് ഒന്നാന്ന് വെച്ചല്ലേ അങ്ങനെയാ കേൾക്കാളത്. അച്ഛന്റെ നാടകങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടോ? അച്ഛന്റെ ഏർപ്പാടിലുള്ള നാടകങ്ങള് സിനിമ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടേ. രണ്ടു മൂന്നെണ്ണൊക്കെ കണ്ടിട്ടുണ്ട്. കരിക്കാട്ട്, കുളിക്കത്തൊടിയിലെ, വാർക്കാമണത്തില്, പിന്നെ വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ട്. ഓർമ്മയില്ല. അല്ല ആ കഥ മുമ്പത്തെ കഥ ഈ ഇതൊക്കെയാണ്. എന്താണ് പ്രദോഷ മഹാത്മ്യം, ഏകാശി മഹാത്മ്യം, ഇങ്ങനത്തെ പറ്റിയിട്ടുള്ള കഥയാണ് അന്നത്തെ. അതൊക്കെയാണ്. അതൊന്നുമില്ല. അതെ അങ്ങനെയാ. ആ അടുത്ത് കുറെ ആ മുതാത്ത കൃഷ്ണൻ മറ്റോരെ വർഷോരെ കുറെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പടവെട്ടി ചെക്കന്മാരൊക്കെ ഉണ്ടാവും. അതെ അവരൊക്കെയാണ് അതിന്റെ വേഷക്കാരൻ. ഇല്ലത്ത് വെച്ച് കണ്ടിട്ടുണ്ട്. അതിന്റെ കോപ്പുകളൊക്കെ കൊറേ ഉണ്ടായിരുന്നില്ലത്ത്. മിന്നി കൊണ്ടുള്ള പായങ്ങളും കിരീടവും ഒരു പെട്ടി പെട്ടിണ്ടായിരുന്നു. ഒരു പാമ്പുണ്ടായിരുന്നു. പാമ്പുണ്ടായിരുന്നു. അത് ഈ നാഗരീരത്തിലെ പാമ്പ് കടിച്ചിട്ടാണല്ലോ. അതിന്റെ നാളൊക്കെ ധാരാളം കണ്ടിട്ടുണ്ട്. സിനിമ തലപ്പറമ്പത്തേക്കൊന്നും പോയില്ലേ? തലപ്പറമ്പത്തേക്കൊക്കെ പോയിട്ടില്ല പറഞ്ഞപ്പോൾ ഇപ്പൊ അടുത്തൊന്ന് പോയി പോണു കൊറേ ഒരു 10 കൊല്ലം മുമ്പ്. പോയിട്ടില്ല. പഴയ ബന്ധങ്ങള് എന്റെ അമ്മേന്റെ അനിയത്തിമാരിലെ 2 ആളിനെ കൊടുത്തായിരുന്നു തലപ്പറമ്പത്തേക്ക്. ഒന്ന് പെരുന്തോട്ടവും ഒന്ന് ചെപ്പനൂരും. അവർക്ക് കുട്ടികൾ ഉണ്ടായി, കുട്ടികള് ബാക്കിയില്ല. ചെപ്പനൂർക്ക് കൊടുത്തിട്ടുണ്ടോ? ചെപ്പനൂർക്കുണ്ട്. ആ ചെപ്പനൂരത്തെ എന്താണ് ചിറ്റമ്മേന്റെ മകളെ ഇവിടെ ഒരു പണിക്കാടില്ലേ, ആ പണിക്കാട് വില്ലാത്ത ആദ്യം മുതലേ ചേർന്നതായിരുന്നു. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. പക്ഷെ ആ കുട്ടീനെ ഞാനൊന്ന് കണ്ടിട്ടുണ്ട്. പണിക്കാട് വാമന്റെ ഒക്കെ അച്ഛൻ ആദ്യം ആ കുട്ടീനെ പോലെ ചേർന്നു. ഒന്ന് പെരുന്തോട്ടത്തിലും അതിലൊരു ഉണ്ണി ഉണ്ടായി. പെരുന്തോട്ടത്തില് 10 അടിയായിരുന്നു രാഗമൊക്കെ കഴിച്ച്. അതിലും കുട്ടികളൊന്നും. അതെ. ആ ജയന്തന്റെ മുത്തച്ഛൻ അച്ഛന്റെ മുത്തച്ഛനായോ ആവോ
ഏതായാലും ഞങ്ങൾക്ക് കണ്ടത് തോന്നുന്നുണ്ട് അതിലത്തൊക്കെ വന്നിട്ടേ. ഒരു ചെപ്പനൂരാണല്ലോ ഈ കാലടി മറ്റേ കടൂടുത്തെ ഉണ്ണിമായ ചപ്പാനൂര് കുറെ ഉണ്ടായി. ഏതെങ്കിലും ചപ്പാനൂര് ഇത് കേക്കാണ്. ഇത് കടവലത്ത് വേറെ ചെപ്പനൂരോ ചെപ്പനൂര് വേറെ ഉണ്ടാവില്ല. നല്ല വർത്താനം. ഇപ്പൊ ഇച്ചമ്മയുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട്? വായിക്കാനൊക്കെ പറ്റും അല്ലേ? നല്ലോണം വായിക്കുകയൊക്കെ ചെയ്യും. വായിക്കും. കണ്ണടൊന്നും വേണ്ട. ഇച്ചമ്മ കണ്ടിട്ടില്ലേ? കണ്ണാട വേണ്ട തന്നെ. കണ്ണാട കുറച്ചിട്ടേ പറ്റൂ അല്ലേ? പിന്നെ വേണ്ട. ഇപ്പൊ വേണ്ട. കണ്ണാടൊന്നും വേണ്ട. വായിക്കിപ്പോ ഇപ്പൊ കാര്യമായിട്ട് ഇപ്പൊ ഇതാണ് പുറത്തിറങ്ങാൻ പറ്റില്ല അല്ലേ? കാര്യം നടക്കാനുള്ള നടക്കാൻ വയ്യ. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് പോകണം വെച്ചെങ്കിൽ ഇങ്ങനെ കാല് നിരക്കി പോണം. എന്നിട്ട് അവിടെ ഒരു പിടുത്തം കിട്ടണം. എന്നിട്ട് അങ്ങോട്ട് ഇറങ്ങും. വയ്യ ഒട്ടും തന്നെ അല്ലേ? ഇരിക്കാച്ചാ കുഴപ്പമില്ല. അങ്ങനെ കിടന്നപ്പോ മറ്റതിപ്പോ അവിടെ വയ്യ. എന്നിട്ട് പിന്നെ കക്കൂസരിക്ക് അങ്ങോട്ട് പോകാൻ വയ്യാഞ്ഞിട്ട് ഒരു ഇത് ഉണ്ടാക്കിയിട്ട് രക്ത് ഇരുന്നിട്ടേ വൈക്കുള്ളൂ എന്നർത്ഥം. പണ്ടൊക്കെ അതേമാർക്ക് തുണയില്ലാണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല. അതില്ല. അപ്പൊ അത് പാടില്ല. ഇവിടെ നാമ്പത്തേക്ക് വേണം കോപ്പറാറ്. തുണയില്ലാണ്ട് ശബ്ദം ഉണ്ടാക്കി തോന്നല്ലോ. അല്ല അത് അയച്ചക്കാര് ഈ രാജ്യത്ത് ഹാ ഹാ എന്നാണ്. പിന്നെ പെരുമാറ്റത്തൊക്കെ എന്താ വേറെ ശബ്ദം. ഇവിടെ ഹാ ഹാന്നേ ഉള്ളൂ. അവരടുത്ത് കൂടി പോയാൽ കുളിക്കണം. നടന്നിട്ടേ പറ്റുള്ളൂ. അവരവിടെ ഇങ്ങനെ കണ്ടാൽ അവരടുത്തേക്ക് വന്നുകൊല്ലോ ഇരിച്ചിട്ട് ഈ ശബ്ദം ഉൾപ്പെടുത്താൽ അവര് നീങ്ങി പോകും. അത് ഈ ഐത്തത്തിന്റെ ശക്തി കൂടുതലല്ലേ? എല്ലാവർക്കും ഒരുപോലെയല്ല. ആയിരിക്കൊക്കെ വേറെ വേറെയാണ്. മാപ്പിളയിന് നമ്മുടെതിലല്ലോ. മാപ്പിളൊക്കെ എത്ര വേണ്ട നിശ്ചയില്ല. എത്രയാ അതുകൊണ്ട് ഒട്ടും വേണ്ട ചെയ്തത്. അല്ല അത്രയ്ക്ക് ഐറ്റം ഉണ്ട് അവർക്ക്. നമ്മളുടെ മതം അങ്ങോട്ട് മാറിയതല്ലേ. അപ്പൊ അവരടുത്ത് തന്നെ വന്നിരുത്താം. അതെ. ഇപ്പൊ ഒന്ന് പഴയ അറിവുകൾ കാരണം ഇല്ലത്തിന് മാങ്ങോട്ടിലേക്ക് വരണ്ട അവിടെ കൊണ്ടുവരവില്ലേ? ആ ഇടവഴി കൂടി പോകുമ്പോ കണ്ടറിയില്ല ആരെങ്കിലും ഇവിടെ ചെന്നവർക്ക്. അപ്പൊ അമ്മ മക്കളെ വിളിച്ച് പോകുമ്പോഴേ ഇപ്പൊ ആരൊക്കെ പണിക്കാരിയാണെന്ന് തോന്നില്ല. അവിടെ ഇങ്ങനെ ഈ വെച്ചായിട്ടുള്ള ഒരു ഓർമ്മകളുണ്ട്. കാരണം കാണില്ല, ദൂരെ കാണില്ല. ഒരു ഇടവഴിയാണ് പൊട്ടന്മാരല്ലേ. ആ ഇടവഴിന്ന് എവിടേക്കും തിരിയാനും വയ്യ. ഒന്നും പോലും അവരങ്ങോട്ട് പോണം, അല്ലെങ്കിൽ മറ്റവരിങ്ങോട്ട്. അന്നൊക്കെ അങ്ങനെ ഒരു ആന വന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും അവിടെ പോകാൻ വയ്യ, മാറി വരാൻ പറ്റില്ല. എന്തെല്ലാം കഴിച്ചു കൂട്ടി അല്ലേ? പിന്നെ ഇല്ലാണ്ട് തന്നെയാ പറയണത്. ആ മുമ്പത്തെ ഇപ്പോഴത്തെ ആയിട്ടുള്ള ആ ഒരു മാറ്റങ്ങളെ അതായത് പിന്നെ ഇതൊക്കെ തന്നെ ഞങ്ങള് ഇല്ലത്തുനിന്ന് മുമ്പത്തെ ഞെറിഞ്ഞുകൊടുക്കലുണ്ടല്ലോ. ആ ഞെറിഞ്ഞുകൊടുത്ത് ആ വഴിക്ക് ചാത്തം കൊണ്ടോർത്തെ താല്പര്യം വന്നായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ വിചാരിക്കുമ്പോ എത്ര ഇട്ടാലും അതെ അതെ കുറച്ച് ചെറിയ വ്യത്യാസമുണ്ട്. അല്ല 2 കൊണ്ടുവരും. സാധാരണക്ക് 2 കൊണ്ടുവരും. പിന്നെ ഇപ്പൊ ഈ വിശേഷം ഈ കൊടുക്കണേനൊക്കെ 4 വേണം.
പൊതയില്ല, കുറച്ചില്ല. ഒരു പൊതയില്ല. അല്ല മുണ്ടോണ്ട് നിലമ്പോണ്ട് പതാ. അതെ മുണ്ട് അത് മേലുകൊള്ളും, അത് മേലുകൊള്ളും. അതെ അതെ അത് മേലുകൊള്ളും. അതെ ഒരു തുണി അതിന് പറയാ, അതെ തുണി അതിന് പറയാ. അത് ഉടുപ്പിലാണ്ട് എവിടേക്ക് ആയാലും പോവാം. അങ്ങനെ ഒരു ഉടുപ്പം. മറക്കോടി ആയിട്ടാണ് പോകും. അതെ. എവിടെ വേണമെങ്കിൽ പോവാം. അത് പറഞ്ഞു 4 ഞാൻ പാപ്പ വെച്ച് കൊടുക്കുന്നത് ഒരു ഡെമോൺസ്ട്രേഷൻ കാണിക്കണമെന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ് പഴയ കാലത്ത് അതേമാതിരി ഉടുക്കാന്ന്. ഈ നെറ്റി വിടുന്നില്ലേ? അതെ അതെ ഈ പുതിയ തുണി എപ്പോഴൊക്കെ പുതിയ തുണി എടുക്കലൊക്കെ എപ്പോഴാ? കൊല്ലത്തില് ഒരു തവണയാണ്? അല്ലല്ലോ, ഓണം ഉള്ളതിൻ്റെ അനുസരിച്ചിട്ടൊക്കെയാണ്. പക്ഷെ മുമ്പേ ഒരു ചിട്ടയുണ്ട്. ഓണത്തിന് 4 മുറി തുണി, 4 തോർത്തുണ്ട്. തിരുവാതിരയ്ക്ക് അതുപോലെ 4 മുറി തുണി. തുണി എന്ന് പറഞ്ഞാൽ 2 മുണ്ട്. അതിപ്പോൾ ഒന്നായിട്ടുള്ളതാവും. അങ്ങനെ ഉടുക്കലുള്ളൂ. ആട്ടയമാരോൾക്കും ഉടുത്തിറങ്ങിയ പെൺകിടാങ്ങൾക്കും അത്രേ വേണ്ടു. അതുകൊണ്ടാണ് കഴിക്കുക. അതെ 8 മുണ്ട്. അതെ 4 തോർത്തുണ്ട്. അല്ലാതെ ജാക്കറ്റും മറ്റും മറ്റൊന്നുമില്ല. ഇവിടെ അല്ല അത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഇതേവരെയൊക്കെ ചെറിയേട്ടൻ ആണ് എടുത്തുകൊണ്ടുവന്ന എല്ലാവർക്കും ഒരു പെൺകിടാങ്ങൾ വലിയതായി സാവിത്രി ഭാഗവതിയൊക്കെ വലിയതായിട്ടും അവർക്കും അതുപോലെ തന്നെ. അതുപോലെ പണിയിരിക്കണ പെണ്ണുങ്ങൾക്ക് സ്ഥിരം പണിയിരിക്കണവർക്ക് അവർക്കും അതുപോലെ. ആണുങ്ങൾക്കോ? ആണുങ്ങൾക്കും ഇല്ല. ആണുങ്ങൾക്ക് അവനെ ഇഷ്ടം പോലെ ഏതാച്ചാൽ മുണ്ടെടുക്കുക. കുപ്പായം ഒന്നും ഇല്ല തന്നെ. എവിടെ പോണെങ്കിലും ഇല്ല കുപ്പായം. ഒരു തോർത്തുണ്ട്, ഒരു വലിയ മുണ്ടും. ഒരു വലിയ കേസുണ്ടായിട്ടില്ല മലയാളത്തിലെ അച്ഛൻ്റെ കേസുണ്ടായിട്ടുണ്ട്. അത് ആദ്യമായിട്ട് ഈ താഴെ ഫോട്ടോ എടുത്തിട്ടുള്ള ഒരു അച്ഛനൊരു ഫോട്ടോ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ടോ അവിടെ? എവിടെ കൊറേ ദൂരെ പോയിട്ടാണ് മതിലാശിയൊക്കെ പോയിട്ടാണ്. ഒരു യോഗ്യത തോന്നുന്നു. എന്നാണ് ഫോട്ടോ എടുത്തതെന്നുള്ളതാണ് ഡയറിയിലുണ്ട്. കോട്ട് പാൻറ്റൊക്കെ ഇട്ട് ഇപ്പോഴത്തെ സായിമാരെ പോലെ കേമായിട്ട്. ആ ശങ്കരൻ വല്യച്ഛനാണോ തോന്നുന്നു ഇവിടെ ചായ കൂടി ഇറങ്ങിയത്. അങ്ങനെ പറയുന്ന കരിക്കാട്ട് ഗ്രാമത്തിൽ ചായ കൂടി പുൽക്കത്തൊടി കരിക്കാട്ടുള്ള പുൽക്കത്തൊടിയാ എന്റെ അച്ഛനെ. അവര് രണ്ടാളും അത്ര ചായ എന്നുള്ള സാധനം അത്. അതെ അതുവരെ ഒന്നുമില്ല. 10 മണിയായാൽ ഊണില്ല. അതേവരെ നമ്പൂരിയാരെന്താ വെച്ചാൽ സേവാരിക്കാം. ആട്ടന്മാരോളും ബംഗിടാങ്ങളും ഒക്കെ. പിന്നെ അടുക്കളപ്പണിയോ അടിക്കലോ തളിക്കലോ എന്താ ചാവാ. ഊണേ ഉള്ളൂ കാര്യമായിട്ട്. അതിൻ്റെ മുമ്പേ വല്ല വയ്യായിട്ടില്ലെങ്കിൽ വല്ല കഞ്ഞിയോ പാലുള്ളോ ചായ ഇല്ല. അഥവാ വേണമെങ്കിൽ കാപ്പിയുള്ളൂ. ആ കാപ്പി ഇങ്ങനെ വാങ്ങുമൊന്നുമില്ല. ഈ കുരു വാങ്ങുക. ഇവിടെ അങ്ങനെ അന്നു കുറേ കാലം. കാരണം അത് വറുത്ത് പൊടിക്കുക. എന്നിട്ട് ആ പൊടി അല്ലാണ്ട് ഈ പൊടി ഇങ്ങനെ കിട്ടൂല, സാധുവില്ല. അപ്പം ഈ കുരു വാങ്ങിയിട്ട് അത് വറുത്ത് പൊടിച്ച് കാപ്പി ഉണ്ടാക്കുക. കാപ്പി ഉണ്ടായിരുന്നു ചായക്ക. ഞങ്ങളൊക്കെ കുട്ടിയാകുമ്പോൾ തന്നെ ഇല്ല കാപ്പി. പക്ഷെ നീമായിട്ട് കുടിക്കലൊന്നുമില്ല. ആർക്കെങ്കിലും വേണമെങ്കിൽ ചായ പിന്നെ ഞങ്ങൾ വരാട്ടൊന്നും ചായ ഇല്ല. ഞങ്ങൾ കുട്ടിയാകുമ്പോഴൊന്നും ഏതായാലും ഇല്ല.